വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങുകൾ നടന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി എക്സ്പേർട്ട് ടോക്ക് സംഘടിപ്പിച്ചു. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരം ശാഖയിൽ ഫെയർവെൽ ഫെസ്റ്റ് തുടക്കം കുറിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ധനസമാഹരണം. വാർത്തകൾ വിശദമായി. കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്നിവ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങ് ജൂലൈ 13 എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടന്നു. 300ഓളം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ് പങ്കെടുത്തത്. ചടങ്ങിൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറൽ മാനേജർ ബിനീഷ് രവി അധ്യക്ഷത വഹിച്ചു. 300ഓളം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പങ്കെടുത്ത ചടങ്ങിൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറൽ മാനേജർ ബിനീഷ് രവി അധ്യക്ഷത വഹിച്ചു. നിരവധി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ് തങ്ങളുടെ അനുഭവം പങ്കുവച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ഈ കഴിഞ്ഞ 12-13 തീയതികളിൽ കേരളത്തിൽ എല്ലാവരും കാത്തിരുന്ന ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖം സാക്ഷ്യം വഹിച്ചത്. ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവോടുകൂടി ലോജിസ്റ്റിക്സ് ഫീൽഡിൽ നിരവധി തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി എക്സ്പേർട്ട് ടോക്ക് സംഘടിപ്പിച്ചു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എക്സ്പേർട്ട് ടോക്ക് സംഘടിപ്പിച്ചു. 9-10 തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 800ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഇത്തരത്തിലുള്ള എക്സ്പേർട്ട് ടോക്കുകൾ മികച്ച തൊഴിലവസരങ്ങൾ സ്വന്തമാക്കുവാൻ തങ്ങൾക്ക് വളരെ സഹായകരമാകുമെന്ന് വിദ്യാർത്ഥികൾ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ MHA വിഭാഗം ലെക്ചററായ ജിയ ജേക്കബ്, ഷാനി, വിഭിന്ന, പതുവ കൂടാതെ ചെന്നൈയിലെ ധ്വനി കമ്പനിയിലെ സീനിയർ എഞ്ചിനീയറായ ജിസ്മോൻ ജേക്കബ്, എയ്റോസ്പേസ് NDT സർവീസ് പ്രൊവൈഡറിലെ ഓപ്പറേഷണൽ മാനേജർ ജോമോൻ തമ്പി എന്നിവർ നേതൃത്വം നൽകി. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ്, QA/QC, MEP, AC ടെക്നീഷ്യൻ, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് മുതലായ കോഴ്സുകളുടെ ഓഗസ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തതായി മാനേജ്മെന്റ് അറിയിച്ചു. അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അവറിലേക്ക് തിരികെ എത്താം. അർച്ചന നാമജയം. ആയില്യം നക്ഷത്രത്തിൽ 2ാം ഭാഗം. അഷ്ടമശനിയാണല്ലോ. ലാഭസ്ഥാനത്ത് ഗുരുഭഗവാനും. പണിക്കരെ, ഡിഗ്രി കഴിഞ്ഞിട്ട് മോൾക്ക് ജോലി ആയിട്ടില്ല. ഒന്നും അങ്ങോട്ട് തെളിയുന്നില്ല. ഉദ്യോഗഭാഗ്യം തെളിയാനും തെളിയാതിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. തെളിയാനും തെളിയാതിരിക്കാനും സാധ്യതയുണ്ടോ? നിങ്ങൾ ജോത്സ്യനോ അതോ കാലാവസ്ഥ നിരീക്ഷകനോ? ഹായ്, തെളിഞ്ഞിരിക്കണോ? ഭാവി സുരക്ഷിതമാണ്. അതല്ലെങ്കിൽ ഉറപ്പല്ലേ. ഞങ്ങൾ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് വരുന്ന വഴിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ഏക സ്ഥാപനം, അതും BSMT സർട്ടിഫിക്കേഷനോട് കൂടി. മിടുക്കിയാണല്ലോ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. തിരികെ എത്താം ന്യൂസ് അവറിലേക്ക്. തിരുവനന്തപുരം ശാഖയിൽ ഫെയർവെൽ ഫെസ്റ്റ് നടന്നു. കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫെയർവെൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 700ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങ് കഴിഞ്ഞ മാസം 25-ാം തീയതി തിരുവനന്തപുരം സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിരവധി പ്രമുഖരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ്. മികച്ച മാനേജ്മെന്റ് കോഴ്സായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ മികച്ച ഹോസ്പിറ്റലുകളിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് സൗകര്യമൊരുക്കി ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുവാനും ഇൻഡസ്ട്രി പരിചിതമാകുവാനും അവസരം ലഭിക്കുമെന്ന് HA വിഭാഗം ഫാക്കൽറ്റി അന്ന. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസ് അവരുടെ കോഴ്സിൻ്റെ ഒരു എൻഡിലേക്ക് എത്തുമ്പോഴാണ് സാധാരണ ഹോസ്പിറ്റൽ വിസിറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറ്. അത് നമ്മളിവിടെ ക്ലാസ് റൂമിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടുത്തെ വർക്കിംഗ് ഒക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അപ്പോൾ അവർ ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവർ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഫുൾ റുട്ടീനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജോലിക്ക് എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി അവെയർ ആവാനും സ്റ്റുഡൻസിന് ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ഈ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇറങ്ങുന്ന ബാച്ചസിന് വേണ്ടി കൂടുതൽ ഹോസ്പിറ്റൽ വിസിറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതാണ്.
വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുമിച്ച് മുന്നോട്ട് എന്ന ആശയത്തെ മുൻനിർത്തി ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദ്യാർത്ഥികളുടെ ധനസമാഹരണം നടക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ധനസഹായം കൈമാറുമെന്ന് വിദ്യാർത്ഥികൾ. ഇൻഡസ്ട്രിയൽ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. കേരളത്തിന് സന്തോഷ വാർത്ത. 20,000 ചതുരശ്ര അടി ഓഫീസ്. ലോകത്തിൽ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി കൊച്ചിയിൽ യൂണിറ്റ് തുറക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC കേരളത്തിൽ യൂണിറ്റ് ആരംഭിച്ചതായി മന്ത്രി പി രാജീവ്. കൊച്ചിയിലാണ് യൂണിറ്റ് തുടങ്ങുന്നത്. കമ്പനിയുടെ IT ടെക് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് 20,000 ചതുരശ്ര അടിയിൽ ഇൻഫോ പാർക്ക് ഫേസ് 1 ലുലു സൈബർ ടവർ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. 250 പേർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കമ്പനിയുടെ തീരുമാനം. സംസ്ഥാന വ്യവസായ നയത്തിൽ സുപ്രധാന മേഖലയായി കരുതുന്ന മാരിടൈം രംഗത്ത് രാജ്യത്തിന്റെ ഹബ്ബായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് MNCയുടെ വരവെന്ന് ലോകോത്തര മാരിടൈം കമ്പനിയായ കോങ്സ്ബർഗ് കഴിഞ്ഞ മാസം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ആഗോള കമ്പനി കൂടി കേരളത്തിലേക്ക് കടന്നു വരുന്നത് കേരളം ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നുവെന്ന് കൂടി തെളിയിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആദി ന്യൂസ് അവേഴ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.